ബാങ്കോക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ കൂട്ടാൻ വേണ്ടി വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. കിട്ടിയ വടെ ഞങ്ങൾ വേഗം കോഫിയെല്ലാം കുടിച്ചു. സാൻഡ്വിച്ച് നല്ല വെറൈറ്റി ആയിരുന്നു, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നടന്ന് അവസാനം എക്സിറ്റിന് അടുത്തേക്ക് എത്തി. താങ്ക് യു. ഒരുവിധം ബുദ്ധിസ്റ്റ് ടെമ്പിളിലെല്ലാം പോകുമ്പോൾ നമുക്ക് അവിടുത്തെ പണ്ടത്തെ രാജാക്കന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആ കൂടെ തന്നെ കാണാൻ സാധിക്കും. വലിയൊരു ബുദ്ധൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും നീളം കൂടിയ സ്ലീപ്പിംഗ് ബുദ്ധനെ എല്ലാം കണ്ട് ഞങ്ങൾ മെല്ലെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരുപാട് പെയിന്റിങ്സും ഉണ്ട്. ഈ ഓരോ പെയിന്റിങ്സിനും ഓരോ കഥകൾ പറയാനുണ്ട്. ഈ ഒരു ടെമ്പിളിന്റെ ചരിത്രമാണ് ഈ പെയിന്റിങ്സിലൂടെ അവർ കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കനുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹായ് ഹലോ, ഞങ്ങൾ രാത്രിയിൽ നൈറ്റ് വാക്കിന് ഇറങ്ങിയതാണ് ബാങ്കോക്കിൽ. അറിയില്ല, ജസ്റ്റ് ഒരു ബാങ്കോക്ക് സിറ്റിയിലൂടെ ഒരു വാക്കിന് ഇറങ്ങിയതാണ്. ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഫുക്കറ്റിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ കൂട്ടാൻ വേണ്ടി വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വണ്ടിയിലെല്ലാം കയറി യാത്ര ചെയ്യുകയാണ് എയർപോർട്ടിലേക്ക്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട് ഈ എയർപോർട്ടിലെത്താൻ. ഞങ്ങളുടെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളങ്ങനെ എയർപോർട്ടിലെത്തി. അവിടുത്തെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ബൂട്ടൊക്കെ അവർ പ്രത്യേകമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ട്രാഫിക്കിൽ പെടണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ നേരത്തെയാണ് ഇറങ്ങിയത്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് 6 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്തു. ഇപ്പോൾ സമയം 6:45 എയർപോർട്ടിൽ. ഞങ്ങളിപ്പോൾ ഒരു കോഫി ഷോപ്പിലാണോ ഉള്ളത്. എന്താ നമ്മൾ ഓർഡർ ചെയ്തത്? ഞാൻ പറഞ്ഞു സാൻഡ്വിച്ചും കോഫി. ഇവിടുത്തെ ടോയ്ലറ്റ് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ കോഫിയൊക്കെ വന്നിട്ടുണ്ട്. റെഡി ആയിട്ടിരിക്കുക. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കിട്ടിയ വടെ ഞങ്ങൾ വേഗം കോഫിയെല്ലാം കുടിച്ചു. സാൻഡ്വിച്ച് നല്ല വെറൈറ്റി ആയിരുന്നു, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. അങ്ങനെ കടൽ തീരത്തിനടുത്തുള്ള ഫുക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ബാങ്കോക്ക് എയർപോർട്ടിലേക്ക് എത്തി. അങ്ങനെ ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ചധികം ദൂരം നടക്കാനുണ്ടായിരുന്നു എക്സിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നിട്ട് വേണം ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം എക്സിറ്റിന് അടുത്തേക്ക് എത്തി. അങ്ങനെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർ ഞങ്ങളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പേരെല്ലാം എഴുതി വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളെ കണ്ടുകിട്ടിയതിൻ്റെ പ്രൂഫായിട്ട് ഞങ്ങൾ ഫോട്ടോയും എടുത്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു. പേരൊക്കെ എഴുതി നമ്മൾ വിളിച്ചിട്ടുണ്ടോ? ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇനി ലഗേജൊക്കെ അതിനുള്ളിൽ കയറ്റി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇവിടുത്തെ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വണ്ടികളെല്ലാം നല്ല സ്പേഷ്യസ് ആണ്. നമുക്കിരിക്കാൻ വേണ്ടി നല്ല സ്ഥലമുണ്ട് ഇതിൽ. ഏകദേശം 1 മണിക്കൂറിലധികം ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നു. പോരാത്തതിന് അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്കും ഉണ്ടായിരുന്നു. ഫുക്കറ്റ് നല്ല വില്ലേജ് ഏരിയ, നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ബാങ്കോക്ക് ഫുൾ സിറ്റിയാണ്. പോകുന്ന വഴിയിൽ വലിയ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നീണ്ട ഒരു ട്രാഫിക് ബ്ലോക്കിന് ശേഷം ഞങ്ങൾ ഹോട്ടലിലെത്തി. റമദാബായ് വൈദ്യം സുഖുംവിറ്റ് 11 ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഹോട്ടലെല്ലാം ബുക്ക് ചെയ്ത് തന്നത് ട്രിപ്പ് ഓഫ് ഫ്ലൈ ആയിരുന്നു. ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം ഇവരെ കാണിച്ചിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അവർ ഞങ്ങൾക്ക് അവിടുത്തെ വൈഫൈൻ്റെ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ നോട്ട് ഡൗൺ ചെയ്തു. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് വന്നു. ഇന്ന് ഞങ്ങൾ ബുദ്ധിസ്റ്റ് ടെമ്പിളിലാണ് കാണാൻ പോകുന്നത്. ഒരുപാട് ടെമ്പിൾസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ വരാം. ചെറിയ വാനിലാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ കൂടെ വേറെയും ആളുകൾ അക്കമ്പനി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് വരാറുണ്ട്. ഇവിടെ ഒരുവിധം ബുദ്ധിസ്റ്റ് ടെമ്പിളിലെല്ലാം പോകുമ്പോൾ നമുക്ക് അവിടുത്തെ പണ്ടത്തെ രാജാക്കന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആ കൂടെ തന്നെ കാണാൻ സാധിക്കും. കയറി ചെല്ലുന്ന എൻട്രൻസിൽ തന്നെ നമ്മൾ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം, നല്ല രീതിയിൽ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഷൂസും ഹാറ്റും ഇവിടെ പറ്റൂല. മിക്ക ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ ഉള്ളിലും വീഡിയോഗ്രാഫി അനുവദിക്കാറില്ല. ചിലയിടത്തൊക്കെ ഫോട്ടോഗ്രാഫി അനുവദിക്കാറുണ്ട്. പള്ളി പെരുന്നാളിന് ചുറ്റുവട്ടത്ത് ഷോപ്സ് വെക്കുന്ന പോലെ ഇവിടെയും നിറയെ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെമ്പിളിനുള്ളിൽ കയറി എല്ലാം കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ടെമ്പിളിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് നിറയെ ബുദ്ധ പ്രതിമകൾ നമുക്ക് കാണാൻ സാധിക്കും. ഗോൾഡിൽ ചെയ്തതും അതുപോലെ തന്നെ ബ്ലാക്കിലൊക്കെ ആയിട്ടുള്ളത്. ഇതാണ്
ഞങ്ങളുടെ ഗൈഡ് നട്ടിച്ച വെയിലായതുകൊണ്ട് അവർ കുടയൊക്കെ ചൂടി നിൽക്കുക. 2 ദിവസം ഓൾറെഡി തായ്ലൻഡിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സിറ്റുവേഷൻ അറിയാവുന്നതുകൊണ്ടും ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന ഹാറ്റൊക്കെ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. You know, both Takaya in India is very famous. We believe long time ago the Lord of Buddha he sit and meditate and she's got alignment over there. In this temple we have one original Bodhi tree that is India. In the long day Thailand we have no Bodhi tree. Bodhi tree original from India only. I will show you now. For the Buddhist people we believe that's it lucky tree. If you ഇവിടെയും ബോധി ട്രീ ഉണ്ടെന്നും ശരിക്കുള്ള ബോധി ട്രീ ഇന്ത്യയിലാണെന്നും ഇപ്പോൾ ഇവിടുത്തെ ഈ ബോധി ട്രീൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലക്ക് കൊണ്ടുത്തരും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഞങ്ങളങ്ങനെ അവിടെ കണ്ട ബോധി ട്രീയുടെ അടുത്ത് പോയി കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങളുടെ വിഷൊക്കെ പറഞ്ഞിട്ട് നേരെ തിരിച്ചിങ്ങ് പോന്നു. ഗായ്സ്, ദിസ് ഈസ് ബോധി ട്രീ. കേട്ടിട്ടേ ഉള്ളൂ, പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് ബോധി ട്രീ കാണാൻ പോകുന്നത്. നല്ല വെയിൽ കൊണ്ട് നടന്നുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾ ബോധി ട്രീൻ്റെ താഴെ ചെന്നപ്പോൾ നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് തോന്നും. നല്ല കൂളിംഗ് ആയിരുന്നു അതിൻ്റെ താഴെ. ഇവിടെയുള്ള ബോധി ട്രീയുടെ അടുത്തും ഇവർ ബുദ്ധൻ്റെ പ്രതിമയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ മണികളാണ്. എല്ലാ ടെമ്പിളിൻ്റെ മുന്നിലും നിരത്തി വെച്ച് കുറേ മണികൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ വരുന്ന വിശ്വാസികളും സന്ദർശകരൊക്കെ അതിൽ മണിയടിച്ചിട്ടാണ് പോവുക. ഇനി സ്ലീപ്പിംഗ് ബുദ്ധയുടെ അടുത്തേക്കാണ് പോകുന്നത്. കയറിയപ്പോൾ ചെറിയൊരു ബുദ്ധനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ കരുതി അതായിരിക്കും ബുദ്ധ എന്ന്. പിന്നെ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് കാണുന്നത് വലിയൊരു ബുദ്ധൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും നീളം കൂടിയ സ്ലീപ്പിംഗ് ബുദ്ധനെ എല്ലാം കണ്ട് ഞങ്ങൾ മെല്ലെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ കറക്റ്റ് നട്ടുച്ചയ്ക്കായിരുന്നു ഈ ബുദ്ധനെ എല്ലാം വേണ്ടി കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വെയിൽ നല്ല കാര്യമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല ടയേർഡാവുന്നുണ്ടായിരുന്നു. ഇവിടെ അടുത്തടുത്തായിട്ട് ഇവർ ഒരുപാട് ടെമ്പിൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബുദ്ധൻ്റെ ടെമ്പിൾ തന്നെ അടുത്തടുത്തായിട്ട് ഓരോ അമ്പലങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കൊത്തുപണികൾ തന്നെയാണ്. കൊത്തുപണികൾ മാത്രമല്ല, ഇവിടെ ഒരുപാട് പെയിൻറ്റിങ്സും ഉണ്ട്. ഈ ഓരോ പെയിൻറ്റിങ്സിനും ഓരോ കഥകൾ പറയാനുണ്ട്. ഈ ഒരു ടെമ്പിളിൻ്റെ ചരിത്രമാണ് ഈ പെയിൻറ്റിങ്സിലൂടെ അവർ കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തടുത്തായിട്ടുള്ള എല്ലാ കുഞ്ഞു ബുദ്ധൻ്റെ ടെമ്പിളുകളും കയറി ഇറങ്ങി കണ്ടു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴുണ്ട് ആളുകളെല്ലാം അവിടെ നിന്ന് മണിയടിക്കുന്നു. എന്നാൽ പിന്നെ ഞങ്ങളും മണിയടിച്ചേക്കാമെന്ന് കരുതി കുറച്ച് വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ മണിയടിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ശബ്ദം കേൾക്കാതെ മണിയടിപ്പിക്കാന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. ഇന്നേ വരെ ഇത്രയും മണി ഒരുമിച്ച് കണ്ടിട്ടില്ലാത്തതുകൊണ്ടും ഇങ്ങനെ ഒരുമിച്ച് മണിയടിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ടും ഈ ഒരു അവസരം ഞാൻ നന്നായിട്ട് മുതലാക്കി. അങ്ങനെ മണിയൊക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ജെംസ് ഗാലറിയിലേക്കാണ്. ഇവിടെ വരുന്ന ഒരുവിധം ടൂറിസ്റ്റുകളെ എല്ലാം തന്നെ ആരും വിടാതെ കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് ജെംസ് ഗാലറി. ഞങ്ങളങ്ങനെ ജെംസ് ഗാലറിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. ഞങ്ങളെപ്പോലെ തന്നെ അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടുത്തെ ജെംസ് ഗാലറി കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ജെംസ് ഗാലറിയിൽ നമ്മൾ എൻട്രൻസിലും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഏരിയയിലും മാത്രമേ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ അനുവദിക്കാറുള്ളൂ. നമ്മൾ കാണാൻ പോകുന്ന ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റാണ്. അവിടെ നമ്മൾ ചെല്ലാണെന്നുണ്ടെങ്കിൽ ഇവർ ഡയമണ്ട് ഗ്രേഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്റ്റോൺ സെറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ജെംസ് ഗാലറിയുടെ ഉള്ളിൽ നിറയെ ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതൊന്നും ഫോട്ടോസോ വീഡിയോസോ പകർത്താൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളതൊന്നും പകർത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജെംസ് ഗാലറിയിൽ നിന്ന് തിരിച്ചു വന്നു. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കനുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹായ് ഹലോ, ഞങ്ങൾ രാത്രിയിൽ നൈറ്റ് വാക്കിന് ഇറങ്ങിയതാണ് ബാങ്കോക്കിൽ. പോകുന്നതെന്ന് അറിയില്ല, ജസ്റ്റ് ഒരു ബാങ്കോക്ക് സിറ്റിയിലൂടെ ഒരു വാക്കിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഏകദേശം സമയം 10 മണി. നോക്കട്ടെ ഇവിടെ നൈറ്റ് ലൈഫ് ടൂർ ഫോർ ഹാഫ് ആൻ അവർ മെയിൻ പ്ലേസ്. ഹൗ മച്ച്? വാട്ട് ഈസ് യുവർ നെയിം? ഓക്കെ, ഞങ്ങളൊരു ടുക്ടുക്കിൽ കയറി. നാട്ടിലത്തെ ഓട്ടോ പോലെ തന്നെ ബാങ്കോക്കിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഒരു സിറ്റി ടൂർ ടുക്ടുക്ക്. ഇതൊരു നല്ല ഓപ്ഷനാണ്. ബാങ്കോക്കിൽ ആദ്യം വരുന്നവർ ഏതെങ്കിലും ഒരു ഡ്രൈവറായിട്ട് സംസാരിച്ച് സെറ്റായി കഴിഞ്ഞാൽ അയാൾ നമ്മളെ ഫുൾ സിറ്റി കാണിക്കും. നൈറ്റ് ടൈം നല്ല നൈറ്റ് മാർക്കറ്റും ചൈന ടൗണും എല്ലാം കവറാക്കും. ഞങ്ങൾക്ക് സ്ഥലമൊന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് പുള്ളിനോട് ഞങ്ങളെ നഗരം ചുറ്റി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിത് കണ്ടിട്ട് എത്ര പന്തിയായിട്ട് പബ്ബാണെങ്കിൽ പിന്നെ
പുള്ളി ഞങ്ങളെ നേരെ ഒരു സ്ട്രീറ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ നിറയെ സാധനങ്ങൾ അവർ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ചെറിയ ചെറിയ റേറ്റിന് നമുക്കത് അവൈലബിൾ ആയിരുന്നു. ബാർഗെയിൻ ചെയ്ത് വാങ്ങാനേ ഉണ്ടായിരുന്നുള്ളൂ. വണ്ടിയിൽ വന്നിട്ട് ജാക്ക് ഫ്രൂട്ട് കഴിക്കുന്ന ചങ്ങയെ കണ്ടോളൂ. ആ സ്ട്രീറ്റ് മാർക്കറ്റും പിങ് പോങ് ഷോ ഒക്കെ മെയിനായിട്ടുള്ള സ്ഥലമായിരുന്നു. ഞങ്ങൾ അങ്ങനെ അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി നേരെ റിട്ടേൺ അടിച്ചു. എന്നിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു ഏരിയ മൊത്തം എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. ഇവിടെ നിറയെ ഷോപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അതുവഴിയൊക്കെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് തപ്പിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഫൈനലി ഞങ്ങൾ അവിടുത്തെ മെയിനായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി അവിടുത്തെ ക്യൂസിൻ തന്നെ ട്രൈ ചെയ്യാമെന്ന് കരുതി. So you want that one? Yeah. With tropical fish. Fish, yeah. Pistachio tropical. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു സ്റ്റാർട്ടറും അതുപോലെ തന്നെ 2 ടോർട്ടില്ലയും പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കോക്ടെയിലും അതുപോലെ തന്നെ ഒരു വൈനുമായിരുന്നു. സ്റ്റാർട്ടറായിട്ട് കിട്ടിയ സലാഡിൽ മാംഗോയും അതുപോലെ ചെമ്മീനും ഒരു മിക്സ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ ഫൈനലി ഫുഡെല്ലാം ഫിനിഷ് ചെയ്തു. ലാസ്റ്റ് കോക്ടെയിലും വൈനും വളരെ കഷ്ടപ്പെട്ട് അകത്താക്കി ശേഷം വായിക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഐസ്ക്രീമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു ഫ്ലോയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു തുടങ്ങി. Will you please look here, Nikhil? How do you feel after having the lunch? Huh? Don't you speak anything? Speak something. Nikhil. ഗായ്സ് ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. വയറൊക്കെ നിറഞ്ഞു. നിങ്ങളിപ്പോൾ വയറൊക്കെ നിറഞ്ഞിട്ട് അതൊന്നും പ്രത്യേകിച്ച് മിണ്ടാനൊന്നും പറ്റുന്നില്ല. എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവാണ്. സോ ഡേ 3 at Bangkok is over here. Bye bye. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.